ഫ്രണ്ട്സ്, നമ്മുടെ വീട് പണിയുടെ വീഡിയോ കുറച്ച് ദിവസമായിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. അതിൻ്റെ അപ്ഡേഷൻ ഇല്ലെങ്കിൽ പിന്നീട് എന്താണ് ചെയ്തത് കാര്യങ്ങൾ, അതിൻ്റെ പണിയുടെ ആ ഒരു പുരോഗതി, അതിനെപ്പറ്റിയിട്ടൊന്നും വീഡിയോ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുറേ ആളുകൾ നമ്മളെ വിളിക്കുകയുണ്ടായി നേരിട്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു വീട് പണി ഒക്കെ നമ്മൾക്ക് കയ്യിൽ കാശും അതേമാതിരി മെറ്റീരിയലുകളുടെ അവൈലബിലിറ്റി, പണിക്കാരുടെ ആ ഒരു അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ച് നമുക്ക് ഒരു 6 മാസത്തിനുള്ളിലൊക്കെ ഒരു വീട് പണി നടത്താം എന്ന് ഇപ്പോൾ ഏകദേശം നമ്മളുടെ ഒരു 6 മാസമൊക്കെ ആയിരിക്കുന്നു. പക്ഷേ നമ്മളുടെ വീട് പണി ഇപ്പോഴും ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. എങ്കിലും നമ്മളുടെ ആ ഒരു കട്ടള, അതേമാതിരി ജനൽ, അതെല്ലാം നമ്മൾ ആ സൈഡൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ സൈഡൊന്നും നമ്മൾ മൂടിയിട്ടുണ്ടായിരുന്നില്ല, അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് എല്ലാവിടെയും ഗ്യാപ്പുള്ളവിടെയെല്ലാം സിമെൻറ്റും മറ്റുമൊക്കെ വെച്ച് അടച്ചിരിക്കുന്നു, നന്നായിട്ട് തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ടെറസിലേക്ക് പോയി കഴിഞ്ഞാൽ ടെറസിൻ്റെ പണിയും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം ഒരു ഫിനിഷിംഗ് സ്റ്റേജിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. പണ്ടുള്ളവർ പറയുമായിരുന്നു, ഒരു വീട് പണി ഇല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കൽ അല്ലെങ്കിൽ നമ്മളുടെ കല്യാണം, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ, അത് നമ്മളുടെ കയ്യിൽ ഇനി എന്തുണ്ടായാലും ശരി, അതെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ആ സമയത്ത് നടക്കണം എന്നില്ല. എന്തെങ്കിലുമൊക്കെ അവിചാരിതമായിട്ടുള്ള മറ്റ് കാരണങ്ങളൊക്കെ ചിലപ്പോൾ തടസ്സമായിട്ട് വരാറുണ്ട്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ചില തടസ്സങ്ങൾ ഇവിടെയും വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്ന തടസ്സം എന്ന് പറഞ്ഞാൽ അതിനെ വലിയ തടസ്സം എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിൽ കൂടിയും കുറച്ച് ഡിലേ ആകും കാര്യങ്ങൾ, അത്രമാത്രം. കാരണം നമ്മൾ പറഞ്ഞു, ഇനി ഫ്ലോറിൻ്റെ പണിയൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് ഫ്ലോർ നമ്മൾ വിചാരിച്ചത് കിട്ടണം, ഫ്ലോറിൻ്റെ ആ ഒരു ടൈൽസൊക്കെ. അപ്പോൾ നമ്മളതിന് ടൈൽസിന് വേണ്ടി, അതേമാതിരി നമ്മുടെ ബാത്റൂം ടൈൽസിന് വേണ്ടിയൊക്കെ ഒരുപാട് കടകൾ നമ്മൾ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരിക, അങ്ങനെയല്ല. നമ്മളുടെ കയ്യിലുള്ള പോക്കറ്റിൻ്റെ കനത്തിനനുസരിച്ചിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഡിസൈനും എന്ന് പറഞ്ഞാൽ മിതമായ നിരക്കിൽ നല്ല മെച്ചമുള്ള ടൈൽസ് അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ 1, 2, 3, 4 അങ്ങനെ നമ്മൾക്ക് പറ്റുന്ന കുറേ കടകളിലെല്ലാം പോയി നോക്കണം. അതിന് നമ്മളുടെ കോൺട്രാക്ടറും അവരും നമ്മളെ സഹായിക്കും. ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു വീട് പണിയോ എന്തെങ്കിലും കെട്ടിട നിർമ്മാണമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് പരിചിതനായിട്ടുള്ള, ഇല്ലെങ്കിൽ നമ്മളുടെ നാട്ടുകാരനായിട്ടുള്ള, നമ്മളുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു കോൺട്രാക്ടറെ പണി ഏൽപ്പിക്കുക, അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. പല കാര്യങ്ങളിലും അവർ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ നമ്മളെ ഒരു തരത്തിലും അവർ പറ്റിക്കുകയില്ല. കാരണം ഇന്നും നാളെയും ഒക്കെ അവർക്ക് നമ്മളെയും നമ്മൾക്ക് അവരെയും ഒക്കെ കാണാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ചതിക്കുകയോ പറ്റിക്കുകയോ ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസവും കൂടെ ഉണ്ട്. ചിലരൊക്കെ കാണാം, നമ്മൾക്ക് ഇവിടെയാണ് വീട് പണിയെന്നുണ്ടെങ്കിൽ വേറെ കുറേ കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്നും ആരുടെയെങ്കിലുമൊക്കെ വാക്ക് കേട്ട് ആ ഒരു കോൺട്രാക്ടറെ പണി ഏൽപ്പിക്കും. അവർ തോന്നിയ മാതിരി പണി ചെയ്യും. നമ്മളുടെ കയ്യിൽ നിന്നും കാശ് കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നീട് അതിനുശേഷം അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അവർ ഫോൺ എടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. പണികളൊക്കെ ഡിലേ ആകും. പിന്നെ കേസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതിനൊന്നും തുനിയാതെ നമ്മളുടെ നാട്ടിലെ വിശ്വസ്തനായിട്ടുള്ള ഏതെങ്കിലും കോൺട്രാക്ടർമാരെ നമ്മൾ പണി ഏൽപ്പിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി നമുക്ക് ആ ടൈല് തിരഞ്ഞെടുക്കേണ്ട ഒരു ഡിലേ ആണ് ഇവിടെ വരുന്നത്. കാരണം 1-2 ടൈലെല്ലാം നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. അതിൻ്റെ ഒരു ക്വാളിറ്റി പിന്നീട് അത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ പിന്നെ വീണ്ടും വേറെ ഒരു ഏതെങ്കിലും ക്വാളിറ്റി അതേമാതിരി മിതമായിട്ടുള്ള നിരക്കിൽ ഏതെങ്കിലും നല്ലൊരു ക്വാളിറ്റി തിരഞ്ഞെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിന് നമ്മൾ കുറേ കടകൾ അന്വേഷിക്കുന്നുണ്ട്. ടൈലിൻ്റെ കാര്യം അല്ലാതെ തന്നെ നമ്മൾക്ക് ഈ ഒരു പണി കുറച്ച് ഡിലേ ആവാൻ കാരണം ഇപ്പോൾ കാലവർഷം വളരെ നേരത്തെ തന്നെ കേരളത്തിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മഴയുടെ കൂടെ ഒരു ഘടകം പണികൾ വൈകുന്നതിലുണ്ട്. ഇനി നമ്മൾക്ക് ബോധിച്ച ഒരു ടൈൽ കിട്ടി, നമ്മളത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റായി നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മളുടെ വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ടൈലുകളും അപ്പോൾ തന്നെ കിട്ടണമെന്നില്ല. നമ്മൾ ഏത് ടൈലാണോ ഓർഡർ ചെയ്തിരിക്കുന്നത് അത് അവർക്ക് വരുത്താനും ആ ഒരു വീടിനാവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയൊക്കെ വരുത്തി തരാൻ കുറച്ച് സമയം പിന്നെയും എടുക്കും. അതുവരയ്ക്കുമൊക്കെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യണം. കാലവർഷം തുടങ്ങിയെങ്കിലും ഇപ്പോൾ മഴയൊന്നും ബാധിക്കാത്ത ചെറിയ പണികളൊക്കെ ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലംബിംഗ് വർക്ക്, സാനിറ്ററി ഫിറ്റിങ്സിൻ്റെ ആ ഒരു ഫിക്സിങ്, ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. സമയം നമ്മൾ വെറുതെ പാഴാക്കി കളയുന്നില്ല. അപ്പോൾ നമ്മളുടെ വീട് പണി നടക്കുന്നതിൻ്റെ ഏകദേശം ഒരു 20-25 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു 3-4 കടകളാണ് നമ്മൾ വിസിറ്റ് ചെയ്തത്. അപ്പോൾ
നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നമ്മളുടെ ആ ഒരു പോക്കറ്റിൻ്റെ കനത്തിനനുസരിച്ചിട്ടുള്ള എന്നാൽ ക്വാളിറ്റിയിലും കുറച്ച് മേന്മയൊക്കെയുള്ള ടൈൽസ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ അതിഞ്ഞ് വരാൻ അതിൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിങ്ങിലാണ്. അതിഞ്ഞ് ഡെലിവറി ആകണം. കാരണം മുഴുവൻ ക്വാണ്ടിറ്റിയും വ്യത്യസ്തമായിട്ടുള്ള ടൈലുകളാണ് നമ്മൾ ബാത്റൂമിനുള്ളത്, അതേമാതിരി വീടിൻ്റെ ഫ്ലോറിങ്ങിനുള്ളതെല്ലാം അതെല്ലാം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഡെലിവറി ആകേണ്ട ഒരു സമയമേ ഉള്ളൂ. ആ ടൈൽസിൻ്റെ ഡെലിവറി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലോറിങ്ങിൻ്റെ പണിയും ഫിനിഷാകും. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു 3 മാസത്തെ സമയം കൂടെ നമ്മൾക്ക് വേണ്ടി വരും ഈ ഒരു വീടിൻ്റെ പണി പൂർത്തിയാകാൻ വേണ്ടി. ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൂടെ നമ്മളുടെ പ്രേക്ഷകരെ കാണിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. കാരണം എന്തെങ്കിലും ഒരു പണി നടക്കുമ്പോൾ അതെല്ലാം കൂടെ കാണിക്കാം എന്നുള്ളതായിരുന്നു ആ ഒരു പുരോഗമനം, ആ ഒരു പുരോഗതി എത്രയുണ്ട് എന്ന് കാണിക്കാം എന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷേ നമ്മളുടെ കുറേ പേർ നമ്മളെ വിളിച്ച് അന്വേഷിച്ചു, എന്തായി വീടിൻ്റെ പണി, ഇപ്പോൾ നടക്കുന്നില്ലേ, എന്താണ് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ഡിലേ ആവാൻ ഇതാണ് കാരണം എന്നുള്ളത് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു വീഡിയോ നമ്മൾ ചെയ്തത്. എന്തായാലും ടൈൽസ് എല്ലാം നമ്മൾ ഓർഡർ ചെയ്തു. അത് ഇനി ഡെലിവറി ആവുന്നത് വരെ നമുക്ക് കാത്തിരിക്കണം. അത് കഴിഞ്ഞാൽ പണി പിന്നെയും നമ്മൾക്ക് സ്പീഡിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി ഒരു 3 മാസത്തെ സമയത്തിനുള്ളിൽ നമ്മൾക്ക് തീർക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് പ്ലംബിങ്ങിൻ്റെ വർക്കുകളെല്ലാം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്ലംബിങ്ങിൻ്റെ വർക്കുകൾ എന്തെല്ലാമാണ് നടന്നത്, അതിനോടൊപ്പം തന്നെ ഈ ഒരു ടൈൽസിൻ്റെ വർക്ക് എല്ലാം കൂടെ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അപ്പോൾ ടൈൽസിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും ഇലക്ട്രിസിറ്റി ഫിറ്റിങ്സിൻ്റെയും ഒക്കെ കാഴ്ചകളുമായിട്ട് നമ്മളുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ, എൻജോയ്.